ചരിത്ര വിജയമാണ് ഇംഗ്ലണ്ട് ഇന്ന് സ്വന്തമാക്കിയത്. 19 ബോളിൽ നിന്നാണ് ഇംഗ്ലണ്ട് കളി ജയിച്ചത്. ഇത്രയും വേഗത്തിൽ കളി ജയിക്കുന്ന ടീം വേൾഡ് കപ്പിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ആകെ കൂടി 3 ഓവർ മാത്രമാണ് ഇംഗ്ലണ്ട് ടീമിനെ കളി ജയിപ്പിക്കാൻ ആവശ്യമായി വന്നത്. ഒമാൻ ശരിക്കും നാണം കെട്ടു. ഇന്ന് കളി ജയിച്ച് ബട്ട്ലർ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒമാൻ ഇന്ന് 47 റൺസിൽ ഓൾ ഔട്ടായി. ശേഷം സെക്കൻഡ് ബാറ്റിംഗിൽ 3 ഓവറിൽ ഇംഗ്ലണ്ട് കളി ജയിച്ചു. ഇന്ന് കളി ജയിച്ച ശേഷം ബട്ട്ലർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇതുപോലത്തെ ഒരു ചരിത്ര വിജയം ഞങ്ങൾ നേടുമെന്ന് ഞാനൊരിക്കലും കരുതിയില്ല. ഞങ്ങൾക്കിത് നിലനിൽപ്പിൻ്റെ മത്സരമാണ്. ഞങ്ങൾക്ക് റൺ റേറ്റ് ഉയർത്തണം. അതുകൊണ്ട് ഇന്നത്തെ മാച്ച് വളരെ വേഗത്തിൽ ജയിപ്പിക്കണം. എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ സാധിക്കൂ. ഞങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ വേഗത്തിൽ കളി ജയിപ്പിച്ചു. ആകെ കൂടി 19 ബോൾ മാത്രമേ ഞങ്ങൾക്ക് കളി ജയിക്കാൻ വേണ്ടി വന്നുള്ളൂ. ഇതുപോലെ ഇംഗ്ലണ്ട് ടീമിന് മികച്ച വിജയങ്ങൾ സമ്മാനിക്കാൻ എനിക്ക് പ്രേരണയായത് IPL ആണ്. രാജസ്ഥാൻ ടീമിൽ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. സഞ്ജുവിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി. അതെല്ലാം ഇപ്പോൾ ഞാൻ വേൾഡ് കപ്പിൽ പ്രയോഗിക്കുന്നുണ്ട്. IPL ആണ് എനിക്ക് വേൾഡ് കപ്പിൽ വിജയങ്ങൾ സമ്മാനിക്കാൻ കാരണമായത്. ഞങ്ങൾ അടുത്ത കളി ഇതിനേക്കാൾ മികച്ച വിജയങ്ങൾ നേടി വേൾഡ് കപ്പിൻ്റെ അടുത്ത റൗണ്ടിലേക്ക് കടക്കുമെന്ന് ബട്ട്ലർ വ്യക്തമാക്കി. ബട്ട്ലർ തന്നെ തുറന്നു പറയുന്നു, സഞ്ജുവിൻ്റെ തന്ത്രങ്ങൾ ബട്ട്ലർ പ്രയോഗിച്ചിട്ടുണ്ട്. ഇന്ന് ഒമാനെതിരെ ചരിത്ര വിജയമാണ് ഇംഗ്ലണ്ട് സ്വന്തമാക്കിയത്. വേൾഡ് കപ്പിൻ്റെ ചരിത്രം തന്നെ മാറ്റിക്കുറിച്ചു. ഇതുപോലെ ഇംഗ്ലണ്ട് വേഗത്തിൽ ജയിക്കുമെന്ന് ആരും കരുതിയില്ല. കളി ജയിച്ചിട്ടും ബട്ട്ലർക്ക് പറയാനുള്ളത് സഞ്ജുവിനെ പറ്റി തന്നെയാണ്. കാരണം രാജസ്ഥാൻ ടീമിൽ ബട്ട്ലർ അങ്ങനെ കളിച്ചിട്ടുണ്ട്. രാജസ്ഥാൻ്റെ പല കാര്യങ്ങളും ബട്ട്ലറും നോക്കി പഠിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ബട്ട്ലർ കളി കഴിഞ്ഞ് സഞ്ജുവിൻ്റെ പേര് എടുത്തു പറഞ്ഞത്. എന്തായാലും ഇംഗ്ലണ്ട് ഇന്ന് ചരിത്ര വിജയം തന്നെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.